എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് നിങ്ങളെ സമീപിക്കുകയാണ്. ഇത് നിങ്ങളുടെ വിജ്ഞാനത്തിനായിട്ട് ഒക്കെ ഉപയോഗിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നൊരു തളർച്ച, ഞരമ്പിനെ ബാധിക്കുന്ന ഒരു തളർച്ചയുടെ അസുഖമാണ് എന്നോർക്കുക. ഓക്കെ. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വന്യ നമസ്കാരം. ഈ സായനവേളയിൽ എൻ്റെ വിലയേറിയ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ പ്രയർ ക്ലിനിക്ക് കൊട്ടാരക്കര തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 34 വർഷക്കാലമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഉള്ള പരിചയമുണ്ട്. എന്ന് വിചാരിച്ച് എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അത് കർത്താവിൻ്റെ വലിയ കൃപയാൽ അങ്ങനെയൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. എന്നെ സഹായിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ മിനി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. പുള്ളിക്കാരിയാണ് ഈ വീഡിയോ അഡ്ജസ്റ്റൊക്കെ ചെയ്തു തരുന്നത്. പുള്ളിക്കാരി മിടുക്കിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സിൻഡ്രോമാണ്. ഇപ്പോൾ മംസ് മാറി എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മംസ് ഇപ്പോൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. എന്നാൽ മംസിന് ശേഷം ഇപ്പോൾ ഇതാ വേറൊരു സിൻഡ്രോം വരുന്നുണ്ട്. അതിനെയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് കണ്ടുപിടിച്ചതായിട്ടുള്ള ആൾക്കാരുടെ പേരിലായിരിക്കാം ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് മംസ് പോലെ വളരെ പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ഒരസുഖം ആണ് 70% ആൾക്കാർക്കും. അത് പെട്ടെന്ന് 2 ആഴ്ച കൊണ്ടൊക്കെ വന്നു പോകും. പക്ഷേ ചില ആൾക്കാർക്ക് 30% ആൾക്കാർക്ക് അല്ലെങ്കിൽ 20% ആൾക്കാർക്ക് ഇത് വളരെ പ്രശ്നങ്ങളുണ്ടാക്കും. ആദ്യം ഇതൊരു പനിയായിട്ട് തുടങ്ങും. ചെറിയൊരു ഇൻഫ്ലുവൻസ ഫീവർ അല്ലെങ്കിൽ കാമ്പലോബാക്ടർ ജിജിനി എന്ന് പറയുന്നൊരു ബാക്ടീരിയയുടെ ആൻറ്റിബോഡീസ് ഉണ്ടായിട്ട് അത് നമ്മുടെ നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് തന്നെ ഇത് ചിലപ്പം പ്രസന്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ മറ്റെല്ലാ പ്രശ്നങ്ങളും ഇതുണ്ടാക്കും. അപ്പോൾ നമ്മുടെ കൈയും കാലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കാലും കൈകളൊക്കെ വല്ലാത്ത വീക്ക്നെസ് ഒക്കെ വരും. അപ്പോൾ ഇതിനെയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് നമുക്ക് അത് എന്നെ കണക്ക് കൂട്ടാനായിട്ട് പറ്റും. ചെറിയ പനി വന്നിട്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ചില സമയത്ത് അത് മസിൽ കയറി തൊടയുടെ മസില്, കാലിൻ്റെ മസില്, പിന്നെ റെസ്പിറേറ്ററി മസിൽസിലൊക്കെ കടന്നു വരുമ്പോഴാണ് റെസ്പിറേറ്ററി തെറാപ്പി അല്ലെങ്കിൽ വെന്റിലേഷൻ്റെ ഒക്കെ ആവശ്യം വന്ന അപകടകരമായ അവസ്ഥയിലേക്ക് കടന്നുപോയി. പിന്നീട് അതൊരു ഇതിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഗില്ലൻ ബാരി സിൻഡ്രോം ഒക്കെ ഈയിടെ തിരുവനന്തപുരത്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത് സാധാരണ സ്ട്രോക്കിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ സ്ട്രോക്ക് വരുമ്പോൾ സ്ട്രൈഡ് മുഴുവൻ സ്ട്രോക്ക് ആവും. ഇത് അങ്ങനല്ല. പയ്യ ഈ പാരാലിസിസ് മുകളിലോട്ട് വരും. ഈ മുകളിലോട്ട് വന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിക്കും. ബാധിക്കുന്നത് പിന്നീട് താഴോട്ട് വന്നിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തെ ബാധിച്ച് അത് മരണത്തിലേക്ക് സംഭവിക്കും. അപ്പോൾ ഇതിന് ചികിത്സയില്ല എന്ന് ചോദിക്കും. ഇതിന് തീർച്ചയായിട്ടും ചികിത്സയുണ്ട്. ഇതിന് സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുക്കാൻ ഞങ്ങളുടെ കാലത്തൊക്കെ സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പ്ലാസ്മ തെറാപ്പി, അതുപോലെ പ്ലാസ്മ തെറാപ്പി കൊടുക്കാമെന്ന് ഉണ്ട്. എന്ന് വെച്ചാൽ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനമുള്ള ആശുപത്രികളിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതുപോലെ ഇതിന് മറ്റ്
മറ്റ് തെറാപ്പീസ് ഉണ്ട്. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ തെറാപ്പി എന്നാണ്. അതായത് ആൻറ്റിബയോട്ടിക്സ് പുറത്ത് ഉണ്ടാക്കിയിട്ട് അത് ശരീരത്തിൽ കുത്തിവെച്ച് അത് കൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിച്ച് ഇതിനെ കുറേ കാലം കൂടെ ജീവിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പറ്റും. 70-80% ആൾക്കാരിലും ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷേ ഒരു ചുരുക്കം ചില ആൾക്കാരുണ്ട് ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത് സ്ട്രോക്ക് പോലെ വന്നിട്ട് അത് തിരിച്ചറിയാനായിട്ട് പ്രയാസം വന്നിട്ട്, അല്ലെങ്കിൽ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖത്തോടു കൂടി തലതിരുമം ചെയ്യേണ്ടിയൊക്കെ വരും. അത് ഡോക്ടർമാരെ ചെയ്തോളും. പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളെ പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഈ സമയത്ത് നമ്മുടെ വേണ്ടതായിട്ടുള്ള ചികിത്സകളെടുത്ത് ഡോക്ടർമാർ പറയുന്ന അതുപോലെ അനുസരിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള തെറാപ്പികൾ എടുക്കുക. മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.